കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ ഓപ്ഷൻ ഡെൽറ്റ മാത്രം കവർ ചെയ്തു. ഇനി ഗാമ, വേഗ, തീറ്റ ആൻഡ് റോ ഇതെല്ലാം നമുക്ക് നോക്കാനുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ വർക്ക് ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ വരാം. ഇപ്പോൾ ഇത് ഇന്ന് 8th ജൂലൈ ആണ്. ഇപ്പോൾ ഒരു 12:24 സമയം ആയിട്ടുണ്ട്. എക്സ്പയറി ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് 10th ജൂലൈ വീക്കിലി നിഫ്റ്റി ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്കിതൊന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഓപ്ഷൻ ഗ്രീക്സിലോട്ട് പോയിട്ട് നമുക്ക് ഇതാണ് തുടങ്ങുന്നത്. ഗാമയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കാണിച്ചോടെ തന്നെ കുറച്ച് നോട്ട് ഇവിടെ ഉണ്ട്. ആ നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗാമ എന്ന് പറയുമ്പം റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഇഗ്നോർ ചെയ്യാവുന്ന ഒരു ഗ്രീക്കാണിത്. ചെറിയ ട്രേഡേഴ്സിന് ഇതിൻ്റെ ആവശ്യമില്ല, ഗാമ നോക്കേണ്ട ആവശ്യമില്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റയുടെ വേരിയേഷൻ അണ്ടർലൈൻ മൂവ് ചെയ്യുമ്പോൾ ഡെൽറ്റ വേരി ചെയ്യും. ആ ഡെൽറ്റയ്ക്ക് വരുന്ന വേരിയേഷനാണ് നമ്മൾ ഗാമ കൊണ്ട് മെഷർ ചെയ്യുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റ പെർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അണ്ടർലൈൻ, ഇതാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. അത് ഡെൽറ്റയുടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റയ്ക്ക് വരുന്ന ഗെയിൻ ആവാം അല്ലെങ്കിൽ ലോസ് ആവാം. അതിനെ നമ്മൾ അണ്ടർലൈനായിട്ടുള്ള എത്രമാത്രം വേരി ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണിത് കണ്ടുപിടിക്കുന്നത്. ഗാമ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. അത് 0.000 അല്ലെങ്കിൽ 0.00 ഈ രീതിയിലാണ്. അത് അത്രയും മൈന്യൂട്ടായിട്ടുള്ളൊരു നമ്പറാണ് ഈ ഗാമ എന്ന് പറയുന്നത്. നമുക്കതിവിടെ ഓപ്ഷൻ ഗ്രീക്സിൽ നമുക്ക് നോക്കാം. ഈ കേസിൽ ഗാമ നമ്മൾ നോക്കാമെങ്കിൽ കാണാം 0.0003, 0.005 ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള നമ്പറാണ് എല്ലാം. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. പിന്നെ കോൾ ഓപ്ഷൻ്റെ കേസിലെടുക്കുമ്പം അണ്ടർലൈൻ വാല്യൂ കൂടുമ്പം കോളിൻ്റെ ഡെൽറ്റയും ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ അണ്ടർലൈൻ്റെ വാല്യൂ കുറയുമ്പോൾ കോളിൻ്റെ ഡെൽറ്റ ഡിക്രീസ് ചെയ്യും, കുറയും. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ഇത് നോക്കാം. ഈ ഗാമയെ പറ്റി നമുക്ക് എന്താണ് ഗാമ എന്നുള്ളത് നമുക്ക് ഒരു എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. ഇപ്പം നിഫ്റ്റി സ്പോട്ട് ട്രേഡ് ചെയ്യുന്നു 24,900 നിഫ്റ്റി സ്പോട്ട് ട്രേഡിങ്. അപ്പം നിഫ്റ്റിയുടെ 24,900 കോള് 188 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പം സ്പോട്ടും നമ്മളെ എടുത്തേക്കുന്ന സ്ട്രൈക്ക് പ്രൈസും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ കോൾ എന്ന് പറയുന്നത് ATM കോളാണ്. ഇതിൻ്റെ ഡെൽറ്റ 0.5 എന്ന് വിചാരിക്കുക. അത് അറ്റ് ദ മണിയാണ്. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ ഒരു 0.5 നമ്മൾ ഗസ് ചെയ്തു. ഗാമ എന്ന് പറയുന്നത് 0.0006. ഇപ്പോൾ ഈ കണ്ടീഷനിൽ സ്പോട്ട് 24,900 നിന്ന് ഒരു 300 പോയിൻറ്റ് ഡൗൺ ആയി. അപ്പം ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 24,600 അത് വന്നു. നിഫ്റ്റിയുടെ സ്പോട്ട് 24,900 നിന്ന് 24,600 വന്നു. അപ്പം കാൽക്കുലേഷൻ വരുമ്പോൾ പുതിയ ഡെൽറ്റ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ 24,900 ഡെൽറ്റ സ്പോട്ടിലോട്ട് വന്ന സമയത്ത് നമ്മൾ എടുത്തേക്കുന്ന കോളിൻ്റെ 24,900 ഈ ഡെൽറ്റ 0.5 എന്ന് പറഞ്ഞേക്കുന്നത്. അത് മാറും. അത് എത്രമാത്രം മാറും എന്ന് നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ പ്രീമിയം എന്ന് പറയുന്നത് 0.5 ഈ ഡെൽറ്റ കൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് വന്നത് 300 പോയിൻറ്റ്സാണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 150 എന്ന് കിട്ടും. ന്യൂ പ്രീമിയം എന്ന് പറയുന്നത് ഓൾഡ് പ്രീമിയം മൈനസ് ചേഞ്ച് ഇൻ പ്രീമിയം. ഓൾഡ് പ്രീമിയം എന്ന് പറയുന്നത് 188 മൈനസ് 150 38. എന്താണ് മൈനസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീമിയം മൈനസ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു അണ്ടർലൈൻ വാല്യൂ കുറയുമ്പോൾ കോളിൻ്റെ ഡെൽറ്റ കുറയും. അതായത് പ്രീമിയം കുറയുന്നു. അണ്ടർലൈൻ വാല്യൂ കൂടുമ്പോൾ കോളിൻ്റെ ഡെൽറ്റ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് അവിടെ പ്രീമിയം കൂടുന്നുണ്ട്. ഇത് 300 പോയിൻ്റ് താഴോട്ടാണ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത് മൈനസ് ചെയ്യുന്നത്. 188 മൈനസ് 150 അപ്പോൾ 38 rupees എന്ന് കൂട്ടാം. 188 രൂപയ്ക്ക് അറ്റ് ദ മണിയിലുണ്ടായിരുന്ന ആ കോളിൻ്റെ പ്രൈസ് ഇപ്പം 38 രൂപ ആയിട്ട് മാറി. അതുപോലെ നമുക്ക് ഓൾഡ് ഗാമ നമ്മൾക്കറിയാം 0.0006 ആണ് ഓൾഡ് ഗാമ. അപ്പോൾ പുതിയ ഗാമയും വേരി ചെയ്തിട്ടുണ്ട്. 300 പോയിൻ്റ് ഇത് മാറിയപ്പം പുതിയ ഗാമ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് 300 പോയിൻ്റാണ്. അതിനെ ഓൾഡ് ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
അപ്പോൾ 0.18 എന്ന് കിട്ടുന്നു. അപ്പോൾ ന്യൂ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഡെൽറ്റയിൽ നിന്നും ഈ പുതിയ ഗാമ കുറയ്ക്കുമ്പം നമുക്ക് പുതിയ ഡെൽറ്റ കിട്ടും. ഇപ്പോൾ ഓൾഡ് ഡെൽറ്റ എന്ന് പറയുന്നത് 0.5 ആയിരുന്നു. 24,900 ATM കോള് നമ്മൾ 188 രൂപയ്ക്ക് വാങ്ങിച്ച സമയത്തെ ഡെൽറ്റ 0.5 ആയിരുന്നു. ഇപ്പം മാർക്കറ്റ് 24,600 വന്നപ്പം ഡെൽറ്റയിൽ വന്ന വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ 0.5 മൈനസ് ഈ പുതിയ ഗാമ, ഈ ഡെൽറ്റയിൽ നിന്നും ഈ പുതിയ ഗാമ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 0.32 എന്ന് വരും. ഇങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഗാമയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അറ്റ് ദ മണിയിലാണ് ഗാമ വളരെ കൂടുതലായിരിക്കും. ഗാമയുടെ വാല്യൂ ഏറ്റവും കൂടുതലുള്ള ഹയസ്റ്റ് അറ്റ് ദ മണിയിലായിരിക്കും. അതുകൊണ്ട് അറ്റ് ദ മണിയിൽ ഗാമ കൂടുമ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റ ഈസ് ഓൾവേസ് ഹൈ ഫോർ അറ്റ് ദ മണി. ഗാമ ഇൻക്രീസ് ആകുമ്പം ഡെൽറ്റയുടെ റേറ്റ് ഓഫ് ചേഞ്ചും കൂടും, വേഗത കൂടും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റ ഫോർ ഇൻ ദ മണി ആൻഡ് ഔട്ട് ദ മണി ഈസ് ലോവർ കമ്പയർഡ് ടു ദ ATM ഓപ്ഷൻ. അറ്റ് ദ മണി ഓപ്ഷനെക്കാട്ടിൽ കുറച്ച് കുറവായിരിക്കും ഇൻ ദ മണിയിലും ഔട്ട് ഓഫ് ദ മണിയിലും ഉള്ള ഓപ്ഷൻസിന്. പിന്നെ ഹൈ ഗാമ ഓപ്ഷൻ പൊസിഷൻ മീൻസ് ദ ഡെൽറ്റ വിൽ ചേഞ്ച് സിഗ്നിഫിക്കൻ്റ്ലി ഫോർ സ്മോൾ മൂവ്സ് ഇൻ ദ അണ്ടർലൈങ് അസറ്റ്സ്. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അറ്റ് ദ മണിയിൽ നമുക്ക് ഗാമ വളരെ കൂടുതലായിരിക്കുമ്പം നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആ പൊസിഷൻ വല്ലതും പോകുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടത് അണ്ടർലൈങ് അസറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട് അത് റിയാക്ട് ചെയ്യും. അത് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് നല്ല ലോസും വരും. അപ്പം അതുകൊണ്ടൊരു പ്രിക്കോഷൻ ആയിട്ട് ഇങ്ങനെ പറയാറുണ്ട്, നെവർ ഷോർട്ട് ഓൺ ഇൻ ദ മണി ആൻഡ് അറ്റ് ദ മണി വിത്ത് ആൻ എക്സ്പെക്ടേഷൻ ദാറ്റ് ഓപ്ഷൻ വിൽ എക്സ്പയർ വർത്ത്ലെസ്. ഓൾവേസ് ചൂസ് ഔട്ട് ദ മണി ഓപ്ഷൻ എന്ന് പറയും. ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇൻ ദ മണിയിൽ ആൻഡ് അറ്റ് ദ മണി ആണെങ്കിൽ അതിൽ നമുക്ക് ഓപ്ഷൻ വർത്ത്ലെസ്സായി വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ വരണമെന്നില്ല. ഗാമ അവിടെ കൂടുതലാണ്, അറ്റ് ദ മണിയിലും ഇൻ ദ മണിയിലും അല്പം കൂടുതലാണ്. അപ്പം അത് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത ഓപ്ഷൻ തീറ്റയാണ് നമുക്ക് നോക്കേണ്ടത്. മോർ ടൈം ടു എക്സ്പയറി ഓപ്ഷൻ സെല്ലർ വുഡ് എക്സ്പെക്ട് വെരി ഹൈ പ്രീമിയം. എക്സ്പയറി ഡേറ്റ് വളരെ ദൂരെയാണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ ഓപ്ഷൻ്റെ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. ഫാർ എക്സ്പയറിക്ക് ഹൈ പ്രീമിയം ആയിരിക്കും. നിയർ എക്സ്പയറിയോടെ നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരു ഓപ്ഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രീമിയം കുറവായിരിക്കും. അപ്പം ഓപ്ഷൻ പ്രീമിയം ഡ്രോപ്സ് വെൻ യു അപ്രോച്ച് ദ എക്സ്പയറി. ഓപ്ഷൻ്റെ പ്രീമിയം എക്സ്പയറി ഡേറ്റിനോട് അടുത്ത് വരുമ്പോൾ കുറയുന്നുണ്ട്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രീമിയം വിത്ത് റെസ്പെക്ട് ടു ടൈം. പ്രീമിയത്തിൽ വരുന്ന വേരിയേഷൻ, ഈ ടൈമിൻ്റെ വ്യത്യാസം കൊണ്ട് പ്രീമിയത്തിൽ വരുന്ന വേരിയേഷനെ ആണ് നമ്മൾ തീറ്റ കൊണ്ട് മെഷർ ചെയ്യുന്നത്. പിന്നെ ഓപ്ഷൻ വാല്യൂ, എല്ലാ ഓപ്ഷൻ വാല്യൂവിനും രണ്ട് പോർഷൻസ് ഉണ്ട്. ഒന്ന് ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്, ഒന്ന് ടൈം വാല്യൂ ഉണ്ട്. ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ ആണ് ഒരു ഓപ്ഷൻ്റെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ നോക്കാം. ഓപ്ഷൻ ഗ്രീക്സിൽ തന്നെ പോവാം. ഇപ്പം ഇവിടെ ഇത് കോളിൻ്റെ സൈഡാണ്. അപ്പോൾ നമുക്ക് കോളിൻ്റെ സൈഡിൽ നോക്കാം. ഇപ്പം ഇൻ ദ മണി ആണ് സ്പോട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 25,460, 25,467 സ്പോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ 25,400 ഇതാണ് ഈ പറയുന്ന ഈ സ്ട്രൈക്ക് പ്രൈസിൻ്റെ, ഇതൊരു ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസാണ്. അതിൻ്റെ പ്രീമിയം ഇപ്പം മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ട്രേഡ് ചെയ്യുന്നത് 135.70 അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം അവിടെ പറഞ്ഞത് ഈ പ്രീമിയത്തിന് മാർക്കറ്റ് പ്രൈസ്, ഓപ്ഷൻ്റെ പ്രൈസിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നൊരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടെന്നും ഒന്നൊരു ടൈം വാല്യൂ ഉണ്ടെന്ന്. അത് ഞാൻ ഇവിടെ കാണിച്ചു. ഇതിൻ്റെ ടൈം വാല്യൂ എന്ന് പറയുന്നത് 6840 ആണ്. ഈ 25,400 ടൈം വാല്യൂ ആണ് 6840. അതിൻ്റെ തിയററ്റിക്കൽ പ്രൈസ് എന്നിവിടെ എഴുതിയേക്കുന്നത് അതാണ് ഇൻട്രിൻസിക് വാല്യൂ. അത് അപ്രോക്സിമേറ്റ്ലി 6730 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ് ഇപ്പോൾ ഓപ്ഷൻ നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 135.70 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻ്റെ പ്രൈസ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞാണ്, ഈ ടോപ്പിക് നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോളിൻ്റെ കേസിലായിരിക്കുമ്പം
സ്ട്രൈക്ക് പ്രൈസിനെക്കാട്ടിൽ കൂടുതലായിരിക്കും സ്പോട്ട് പ്രൈസ് ഇൻ ദ മണി കോളിൻ്റെ കേസിൽ. അപ്പോൾ ഇത് ഇവിടെ സ്പോട്ട് നമ്മൾ 25,467 25,460 അല്ലെങ്കിൽ 450 കൂട്ടുക, അവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് 20,400. അപ്പം ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്പോട്ടിൽ നിന്നും ഈ സ്ട്രൈക്ക് പ്രൈസ് കുറയ്ക്കുമ്പോൾ ഈ കോളിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കിട്ടും. ഇപ്പോൾ 467 നിന്നും 20,467 നിന്ന് 20,400 നമ്മളൊന്ന് മൈനസ് ചെയ്ത് നോക്കാമെങ്കിൽ ഇവിടെ വരുന്നുണ്ട് 67. ഇത് എക്സാക്ട് നമ്മൾ റഫായിട്ടാണ് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഓൾമോസ്റ്റ് 67.30 വരും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. 20,467 മൈനസ് 20,400. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ തിയററ്റിക്കൽ വാല്യൂ, അതായത് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ടൈം വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പോർഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ആൻ ഓപ്ഷൻ ഈസ് എ വാല്യൂ ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഓപ്ഷൻ യു എക്സസൈസ് ദ ഓപ്ഷൻ. ഇപ്പോൾ റൈറ്റ് നോ നമ്മൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ, ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇൻട്രിൻസിക് വാല്യൂ. അത് തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ കണ്ട 20,467 നിന്ന് 20,400 കുറയ്ക്കുമ്പോൾ 67 സംതിങ് വരുന്നു. അതാണ് ഇൻട്രിൻസിക് വാല്യൂ. ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ്റെ വാല്യൂവിൽ നിന്നും ഇൻട്രിൻസിക് വാല്യൂ മൈനസ് ചെയ്താൽ ടൈം വാല്യൂ കിട്ടും. റീസൺ എന്ന് വെച്ചാൽ ഓപ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ ആണ്. അപ്പോൾ ടൈം വാല്യൂ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്പയറി ഡേറ്റിനോട് അടുത്ത് വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഈ ടൈം വാല്യൂ കുറയും. അപ്പോൾ ഓപ്ഷൻ്റെ വാല്യൂ വളരെ കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ എപ്പോഴും ഒരു ഡിപ്രീസിയേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഡിപ്രീസിയേറ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ തീറ്റ എപ്പോഴും ഓപ്ഷൻ സെല്ല് ചെയ്തേക്കുന്നവർക്ക് അനുകൂലമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ്റെ തീറ്റ ഫ്രണ്ട് ഓഫ് ആൻ ഓപ്ഷൻ സെല്ലർ എന്നാണ് ഈ തീറ്റയെ പറയുന്നത്. അതായത് നമ്മൾ ബയർ, ഒരാൾ ബൈ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ അയാൾക്ക് എഗെയിൻസ്റ്റാണ് ഈ ഓപ്ഷൻ ബയർ. നമ്മളിപ്പോൾ ഏകദേശം ഒരു വീക്ക്ലി നിഫ്റ്റി ഒരു വീക്കിൻ്റെ മിഡിലെങ്ങാണ് ഒരു ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചേക്കാണ്. അത് എന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണ്. നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, ഓരോ ദിവസം കഴിയുന്നതോറും അതിൻ്റെ ടൈം വാല്യൂ കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ വാല്യൂ താഴോട്ട് തന്നെ പോകും. അതുകൊണ്ടാണ്, അപ്പോൾ അത് ഷോർട്ട് ചെയ്തേക്കുന്നവർക്ക്, സെല്ല് ചെയ്തേക്കുന്നവർക്കാണ് അത് അനുകൂലമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തീറ്റ ഓൾവേസ് വർക്ക് എഗെയിൻസ്റ്റ് ഓപ്ഷൻ ബയർ എന്ന് പറയുന്നത്. ആഴ്ചയുടെ ആദ്യം, അതായത് വീക്ക്ലി നിഫ്റ്റിയോ മന്ത്ലി നിഫ്റ്റിയോ, അല്ലെങ്കിൽ ആ സീരീസ് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഒരു ഓപ്ഷൻ നമ്മൾ വിൽക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗുഡ് എമൗണ്ട് ഓഫ് പ്രീമിയം നമുക്ക് കിട്ടും. ആദ്യം ടൈം വാല്യൂ വളരെ കൂടുതലാണ് ആ സമയത്ത്. അതുപോലെ എക്സ്പയറിയോട് അടുത്താണ് നമ്മൾ ഒരു ഷോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം എമൗണ്ട് കുറയും. അതിൻ്റെ കാര്യം ലോ ടൈം വാല്യൂ. അടുത്ത ഓപ്ഷൻ ഗ്രീക്ക് വേഗയാണ്. വേഗ എന്ന് പറഞ്ഞാൽ വോളറ്റിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രീമിയം വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ വോളറ്റിലിറ്റി. ഇതാണ് വേഗ എന്ന് പറയുന്നത്. അപ്പം വോളറ്റിലിറ്റി വളരെ ഹൈ ആയിരിക്കുമ്പോൾ പ്രീമിയം വളരെ ഹൈ ആയിരിക്കും. അതുപോലെ വോളറ്റിലിറ്റി ലോ ആയിരിക്കുമ്പോൾ പ്രീമിയം ലോ ആയിരിക്കും മാർക്കറ്റിൽ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രീമിയം പെർ ചേഞ്ച് ഇൻ വോളറ്റിലിറ്റി, ഇതാണ് വേഗ. എക്സാമ്പിൾ വേഗ ഒരു 0.25 എന്ന് പറയുമ്പം എവറി 1 point ഓഫ് ചേഞ്ച് ഇൻ വോളറ്റിലിറ്റി ദി പ്രീമിയം ഈസ് എക്സ്പെക്റ്റഡ് ടു ചേഞ്ച് 0.25 points. വോളറ്റിലിറ്റി വളരെ കൂടി നിൽക്കുന്ന സമയത്ത് പ്രീമിയം വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ ടൈം. സെൽ ദ ഓപ്ഷൻ വെൻ ദ വോളറ്റിലിറ്റി ഈസ് വെരി ഹൈ. അപ്പോൾ തന്നെ ഇങ്ങനെ ഹൈ വോളറ്റിലിറ്റിയിൽ നമ്മൾ ഹൈ പ്രീമിയം വാങ്ങിച്ചിട്ട് വിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ വോളറ്റിലിറ്റി കുറയും, അപ്പോൾ പ്രീമിയം നമുക്ക് കുറയും. അന്നേരം ആ സമയത്ത് നമുക്ക് പ്രീമിയം കുറയുന്ന സമയത്ത് നമുക്കത് കവർ ചെയ്യാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അങ്ങനെ സെല് ചെയ്യുന്നത്. അതുപോലെ ഓപ്ഷൻ ബൈ ചെയ്യേണ്ടവർ അപ്പം വോളറ്റിലിറ്റി ലോ ആയിരിക്കുമ്പോഴത് ബൈ ചെയ്യും. അപ്പം അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ വോളറ്റിലിറ്റി കൂടുമ്പോൾ നമുക്ക് പ്രീമിയം വളരെ കൂടുതൽ വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് സ്ക്വയർ ഓഫ് ചെയ്യാൻ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ നമുക്ക് കിട്ടും എന്നുള്ള വിചാരത്തിലാണ്. അപ്പം വോളറ്റിലിറ്റിയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ വോളറ്റിലിറ്റി അത് ഇൻഡെക്സ് വിക്സ് എന്ന് പറയുന്ന ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് NSEയുടെ സൈറ്റിൽ പോയാൽ മതി. ഇവിടെ NSE സൈറ്റിൽ ഈ മാർക്കറ്റ് ഡാറ്റയിൽ പോവുക, ഈ ഇൻഡീസസിൽ പോവുക. അവിടെ പോകുമ്പം ഇന്ത്യ വിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്.
ഇന്ത്യ വിക്സ്. അപ്പോൾ കറണ്ട് 12.13 ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് -340 ആണ്. പ്രീവിയസ് ഡേയെക്കാട്ടി വളരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ക്ലോസിങ് ഇതായിരുന്നു 12.56 ആയിരുന്നു. ഇപ്പോൾ 12.13 ട്രേഡ് ചെയ്യുന്നത്. ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വോളറ്റിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഒരു എക്സാമ്പിളാണിത്. ഒരു ടേബിൾ ഇതിലത് എല്ലാ ദിവസത്തെയും ക്ലോസിംഗ് പ്രൈസസ് ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് ഇൻട്രാഡേ ഓരോ ദിവസത്തെയും റിട്ടേൺസ് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. ഇതിപ്പം B2 B3 ഈ സെല്ലുകൾ. അപ്പം B3 സെല്ലിൽ നിന്നും B2 മൈനസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസത്തെ റിട്ടേൺ കിട്ടും. അതായത് B3/B2 -1 ഇങ്ങനെ കണക്ക് കൂട്ടും. ഓരോ ദിവസം ഇൻട്രാഡേയിലെ റിട്ടേൺസ് കണക്ക് കൂട്ടും. അപ്പോൾ ഇതിപ്പോൾ 12 ഡേയ്സിൻ്റെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 12 ഡേയ്സിൻ്റെ വോളറ്റിലിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്തേക്കാണ്. ഈ റേഞ്ചിൻ്റെ ഇവിടുന്ന് C3 നിന്ന് ഈ റേഞ്ചിൽ നിന്നും ഈ C12 വരെ 12 ഡേയ്സിലെ വാല്യൂ എടുത്തിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണക്ക് കൂട്ടിയാണ് വോളറ്റിലിറ്റി കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ആനുവലൈസ്ഡ് വോളറ്റിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ. ഇപ്പോൾ അപ്രോക്സിമറ്റ്ലി 252 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 252 ഇൻറ്റു ഈ വോളറ്റിലിറ്റി അങ്ങനെയാണ് ഇത് കണക്ക് കൂട്ടിയേക്കുന്നത്. പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത് റോ ആണ്. റോ മെഷർ ദ പ്രൈസ് ചേഞ്ച് ഓഫ് എ ഡെറിവേറ്റീവ് റിലേറ്റീവ് ടു ദ ചേഞ്ച് ഇൻ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റോ ഈസ് കൺസിഡർഡ് ടു ബി എ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ ഓപ്ഷൻ ഗ്രീക്സ്. ഇത് മൈനർ ഗ്രീക്സ് ആണ്. റോയും ഒരു ലാംഡ എന്ന് പറയുന്ന ഒരു ഗ്രീക്സ് ഉണ്ട്. ഇത് രണ്ടും മൈനർ ഗ്രീക്സ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ഗ്രീക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് ഈ ഷീറ്റിലെ കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കാണാം. ബുൾപുട്ട് സ്പ്രെഡ് ഉണ്ട്, ബെയർ കോൾ സ്പ്രെഡ് ഉണ്ട്, അയൺ കോണ്ടേഴ്സ് ഉണ്ട്, ബെയർ പുട്ട് സ്പ്രെഡ് ഉണ്ട്, ബുൾ കോൾ സ്പ്രെഡ് ഉണ്ട്, റിവേഴ്സ് അയൺ കോണ്ടൂർ,